വർഷത്തെ റെസിസ്റ്റന്റ് മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ റെസിസ്റ്റന്റ് മലയാളി അസോസിയേഷൻ്റെ ഫാമിലി നൈറ്റായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1974 നവംബറിൽ സ്ഥാപിതമായ റെസിസ്റ്റന്റ് മലയാളി അസോസിയേഷൻ അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങുകയും ഈ വർഷം അത് ഓണത്തോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണ് റെസിസ്റ്റന്റ് മലയാളി അസോസിയേഷൻ. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. Stripes and bright stars through the perilous fight, o'er the ramparts we watched were so gallantly streaming, and the Rockies red पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जय गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you, Nicole Matthews and Christopher Thomas. Leicester Minority Association 2025 President Mr. Thomas Koshie ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹം ലെയ്സസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ ഇത് 3ാം തവണത്തെ പ്രസിഡന്റാണ്. 3.5 പതിറ്റാണ്ട് കാലം ഏകദേശം 35 വർഷത്തോളം 50 വയസ്സായ സംഘടനയിൽ പല സ്ഥാനങ്ങളിലും കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ച് 3ാം തവണയും അദ്ദേഹം പ്രസിഡന്റാകണമെന്നുള്ള ആഗ്രഹത്തിൽ കടന്നു വന്നത്. കാരണം 50ാം വാർഷികം കഴിഞ്ഞ വർഷം തൊട്ട് 50ാം വർഷത്തിൻ്റെ സമാപനം 2025 ആകണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു ലെയ്സസ്റ്റർ മലയാളി കമ്മിറ്റി. ആ അവസരത്തിൽ ആ സാരഥ്യം ഏറ്റെടുക്കുവാൻ പലരും പുറകോട്ട് മാറുന്നൊരു സാഹചര്യം ഇതൊരു വലിയ ദൗത്യമാണ്. ലെയ്സസ്റ്റർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായി ആ സ്ഥാനമേൽക്കുവാൻ മനസ്സ് കാണിച്ച ബഹുമാന്യനും
എൻ്റെ അടുത്ത സുഹൃത്തുമായ തോമസ് കോശി ഈ സംഘടനയുടെ പ്രസിഡന്റായതിൽ വളരെ അഭിമാനമുണ്ട്. വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ ഏവരെയും സമ്മതത്തോടുകൂടി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തതിനു വേണ്ടി ഞാൻ ഈ വേദിയെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയത് കുടുംബ സംഗമമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ വൈകി ആണെങ്കിൽ പോലും എല്ലാവർക്കും സ്നേഹ ആദരവുകളോടെയുള്ള സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈസ്റ്ററും വിഷുവും എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ നാളെ മദേഴ്സ് ഡേ ആണ്. അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി മദേഴ്സ് ഡേ നേരുകയാണ്. നമുക്കറിയാം ഈ ഹാപ്പി മദേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഒരിക്കലും മാത്രം ഒരു വർഷത്തിലൊരിക്കൽ പോരായെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം അമ്മ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആളാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഒരു പക്ഷെങ്കിൽ നാം ജനിച്ചു കഴിഞ്ഞ് നമ്മുടെ നാം കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് നമ്മളുടെ മാതാവ്. അപ്പൊ തീർച്ചയായിട്ടും മാതാവ് എന്ന് പറയുന്ന ആ ദിനം, മാതൃദിനം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരിക്കൽ മാത്രം പോരാ. അമ്മയെ മാറോട് ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും മക്കള് അമ്മയോട് പറയണം, അമ്മ ഐ ലവ് യു, ഹാപ്പി മദേഴ്സ് ഡേ. അവിടെയാണ് നാം അമ്മയെ കരുതുന്നത്. അതുപോലെ തന്നെ ഞാനിതുപോലെ ഒരു വലിയ നല്ല ന്യൂസ് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്തിയ ഒരു കാര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധം ഇന്നൊരു നല്ല ദിവസമാണ്. ആ യുദ്ധത്തിന് ഇന്ന് ഒരറുതി വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സമീപനിതമായ ഇടപെടൽ മൂലം ഇന്ന് 5 മണിക്ക് ഇന്ത്യയും പാകിസ്ഥാനുമായി ഉള്ള വെടിനിർത്തൽ കരാറായിരിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ഫോർ ഓൾ ഓഫ് us. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സംഘടന 50 വർഷം തികയുകയാണ്. മൂന്ന് പ്രാവശ്യം ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എനിക്ക് എത്തുവാൻ സാധിച്ചത് വലിയൊരു ദൈവകൃപയും അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ തരുന്ന ഒരു സ്നേഹത്തിൻ്റെയും ഒരു വലിയ ഒരു കരുതലിൻ്റെയും ആയിട്ടാണ് ഞാനത് നിങ്ങളൊക്കെ ഈ കാണുന്നത്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ സംഘടന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കെട്ടി പടുത്തുയർത്തിയിരിക്കുന്ന ഈ സംഘടന 50 വർഷത്തിന്റെ യൗവനത്തിൽ കയറുമ്പോൾ നാം കടന്നുപോയ വഴികൾ ഒരുപാടുണ്ട്, നാം ചെയ്ത പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെങ്കിൽ അഹങ്കാരത്തോടുകൂടി പറയുക, ഈ സംഘടന മറ്റുള്ള എല്ലാ സംഘടനകളെയും പോലെയല്ല, ഇത് വ്യത്യസ്തമാണ്. ഇത് വ്യത്യസ്ത മലയാളികൾ അവരുടെ ഓരോരുത്തരുടെയും നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സംഘടനയാണ്. ഇവിടെ ഇന്നുവരെ ഏറ്റവും വലിയൊരു വിധി എന്ന് പറയുന്നത്, ഇന്നുവരെ ഈ സംഘടനയിൽ ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യവും സമവായത്തിൽ കൂടി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇവിടെ നേതൃത്വ സ്ഥാനത്തേക്ക് നാം ഈ 50 വർഷവും പ്രസിഡന്റ്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിന് മുഖ്യ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് അതിൻ്റെ കാരണം. ഇനി 50 വർഷം മാറി ഇന്ന് 50 വർഷം കഴിഞ്ഞ് സംഘടന ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നാട്ടിലെ ഇവിടെയുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാഭ്യാസ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവാർഡുകൾ കൊടുത്ത് നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ താണത്തട്ടിൽ നിൽക്കുന്ന ജനങ്ങൾക്ക്, നാട്ടിലെ പ്രത്യേകിച്ച് അസുഖങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചാരിറ്റി പ്രവർത്തനം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ ഇല്ലാത്തവർക്ക് നമ്മൾ വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച പാതകൾ ഒരുപാടാണ്. അതെല്ലാം സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സംഭാവനകൾ കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം ഈ സമയം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്.
അതുപോലെ നമ്മളെ വിട്ടുപോയി ഈ 50 വർഷക്കാലം ഈ സംഘടനയെ പരിപോഷിപ്പിച്ച് നടത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. പ്രസിഡന്റുമാരും പലരുമുണ്ട്. പലരും നമ്മളെ വിട്ടുപോയിരിക്കുന്നു. അതിനൊന്നും ചിലരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ ഞാൻ വികാരഭരിതരാകാറുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുപള്ളി ജയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ തമ്മിൽ സഹോദരനായിരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ മെമ്പറാണ്, ട്രസ്റ്റി ബോർഡ് മെമ്പറായിരുന്നു. ഒരുപാട് കാലം ഈ സംഘടനയെ തന്നെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ഒരു കുട്ടിയെ പോലെ എനിക്കൊരു പക്ഷേ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, പക്ഷേ 3 കുട്ടികളുണ്ടെന്നാണ് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. കാരണം 3ാമത്തെ കുട്ടിയായിരുന്നു ലച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പലരുമുണ്ട് നമ്മെ വിട്ടുപോയവർ. അവരെ എല്ലാവരെയും ഈ സമയത്ത് ഓർമ്മിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് ഈ 50 വർഷം ഈ സംഘടനയുടെ 50ാമത്തെ വർഷം നാം ആഘോഷിക്കുന്നത്. സ്നേഹത്തോടുകൂടിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത്, ഇന്നത്തെ കുടുംബ സംഗമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കലാപരിപാടികൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. ഫ്ലോർ ഈസ് ഓപ്പൺ. നമ്മൾ ഒരു ഫോർമാലിറ്റിയും ഇല്ലാത്ത ഒരു പരിപാടികളാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് അവർ MCs know. You can come forward and do the programs. We will be very glad to do that. നമ്മുടെ ഇത് കുടുംബ സംഗമമാണ്. ഈ കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് കുടുംബങ്ങളുടെ മാത്രം സംഗമമല്ല. കാരണം കുടുംബം എന്ന് പറയുന്നത് കുടുംബങ്ങൾ മാത്രം കൂടുന്നതല്ല ഒരു സംഗമം. സമൂഹം കൂടുന്നത് കുടുംബം. നമ്മുടെ സമൂഹമാണ്. ഇന്ന് വെച്ചസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, വെച്ചസ്റ്റർ മലയാളി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വെച്ചസ്റ്ററിലെ എല്ലാ മലയാളികളും നമ്മുടെ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന് ഈ വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ ഭാഗമാണ് നിങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നല്ല സൗഹൃദം ഉണ്ടാകും. ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പ്രശ്നങ്ങൾ എന്തുവാണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ നാം കാണിക്കണം മനസ്സ്. അത് മാത്രം പോരാ. ഒരാളെ സഹായിച്ച മാത്രം പോരാ. ആ സഹായം നമ്മളുടെ അടുത്ത് പറയുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ, അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അത് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ സൗഹൃദം എന്താണെന്ന് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് രഹസ്യമായിട്ട് നമ്മളോട് നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയും അവരുടെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രഹസ്യമായിട്ട് മറ്റുള്ളവരോട് പറയും. അത് ഫ്രണ്ട്ഷിപ്പല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ രഹസ്യം നമ്മളോട് ചേർത്ത് പിടിച്ച് അവന്റെ ആപത്തിലും സന്തോഷത്തിലും എല്ലാം നാം അവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ 2 ഫാമിലിയില് അപകടങ്ങൾ, 2 ഫാമിലിയിലെ 2 സ്ത്രീകൾ കുട്ടികളടക്കം സൂയിസൈഡ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവരും കേട്ടു. ഒരാളുടെ പേര് ജിൻസ് മോളമായിരുന്നു. മറ്റേ ആളിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന്. അത് നിങ്ങൾ ഒരു പക്ഷെ കേട്ട് കാണും. എനിക്ക് അത്ര പെട്ടെന്ന് വരുന്നില്ല. 2 പേരും പ്രൊഫഷണലി സക്സസ്ഫുൾ ആയി. 2 പേർക്കും ഈ 2 കുട്ടികളുമുണ്ട്, കൊച്ചു കുട്ടികൾ. ഒന്ന് ചിന്തിച്ച് നോക്കണം, എവിടെയാണ് നാം പരാജയപ്പെട്ടത്? നാണെന്നൊന്നും ഫലം വയ്ക്കുന്നു തോന്നുന്നു. മലയാളികളായ നാം കേരളത്തിന്റെ അവസ്ഥയിലേക്കാണ് നാം നോക്കുന്നത്. ജീവിതത്തിൽ എല്ലാ രീതിയിലും സക്സസ് ആയിരിക്കുന്ന ഒരു ഫാമിലി പ്രൊഫഷണലാണ്. ഒന്നൊരു നേഴ്സാണ്. തന്റെ കുട്ടികള് 7, 11 വയസ്സുള്ള കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിലേക്ക് പോയി ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളമേ, മലയാള സമൂഹമേ, നാം ഓരോരുത്തർ ചിന്തിക്കണം. എന്താണ് സംഭവിച്ചത്? അവർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? എവിടെയാണ് അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല? എന്താണ് അതിന്റെ കാരണം? നല്ല സൗഹൃദം. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ മാതാവിനോട് എല്ലാം പറയാൻ പറ്റും, പിതാവിനോട് പറയാൻ പറ്റും. പക്ഷെ പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പലതുകൊണ്ട്. അത് പറയാൻ പറ്റുന്നത് ആരോടാണെന്ന് നിങ്ങൾക്കറിയാമോ? നല്ല സൗഹൃദമുള്ളവരോട്, നല്ല സുഹൃത്തുക്കളോടാണ്. അങ്ങനെ പങ്കുവെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ
എനിക്ക് തോന്നുന്നു ആ അപകടം ഒരു പക്ഷേ അവര് അങ്ങനെ പോവുകയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് പിറ്റേ ദിവസം പിറ്റേ 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടു ജിൻസ് പോൾ എന്ന് പറയുന്ന ജീവിതത്തിന്റെ വളരെ സക്സസ്ഫുൾ ആയ അഡ്വക്കേറ്റ് ആണ്, കോട്ടയത്താണ്. അവര് ഇതുപോലെ തന്നെ ഈ 4-7 വയസ്സുള്ള കുട്ടികളെ ഓരോരുത്തരെയും ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം സൂയിസൈഡ് ചെയ്തു. ഇന്ത്യ പൗരൻ മലയാളികളായ നാം ഓരോരുത്തരും ലജ്ജിക്കണം. കാരണം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ കൊച്ചു കുട്ടികൾ എവിടെയാണ് അവർ തെറ്റ് ചെയ്തത്? Where did they make any mistakes? The one who is supposed to protect them, throwing them into the river. The one who is supposed to protect them, throwing them in front of the train. ഇവിടെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഉത്തരവാദിയാണ്. It takes a whole village to raise a child എന്ന് ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൽ ഒരാൾക്കുണ്ടാകുന്ന ആപത്തുകൾ അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നാം ഇന്ന് അമേരിക്കയിൽ വന്നിരിക്കുന്നു. നമ്മളെല്ലാം സെലക്റ്റഡ് ആയിട്ട് വന്നാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ പാലും തേനും ഒഴുകി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ബിക്കോസ് യു ആർ സെലക്റ്റഡ്. നാം ആരും കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പന്നരല്ല. നമ്മളെക്കാട്ടിൽ വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയുമുള്ളവരെല്ലാം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അവിടെ നിന്ന് നാം ഈ ഓരോരുത്തരും ഈ അമേരിക്കയുടെ പാലും തേനും ഒഴുകുന്ന ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് നാം മറ്റുള്ളവരെയും സഹായിക്കണം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്? ചിലരെന്നോട് പറയാറുണ്ട്, ഞാൻ അത്ര പണക്കാരനല്ല, പിന്നെ ഞാൻ എങ്ങനെയാ സഹായിക്കുന്നത്? ആ പ്രശ്നം എന്താണ്? പ്രശ്നം പണക്കാരനല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ പ്രശ്നം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് എന്നേക്കാൾ കൂടുതൽ വലിയ പണക്കാരനെയാണ്. ഞാൻ നോക്കുന്നത് എന്നേക്കാൾ കൂടുതൽ പണം ആർക്കാണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പണക്കാരനല്ല, ഞാൻ പാവമാണ്. But look down. Sunday always don't look up. Stand down and then look up where you are standing. Then you will realize how rich we are, how blessed we are. Then you can help. അങ്ങനെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൗത്യം ഇതല്ല. എൻ്റെ ദൗത്യം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും പറയാനുള്ള ഞങ്ങളുടെ പ്രിയ വികാരിയും ഞങ്ങളുടെ പള്ളിയുടെ ഞങ്ങളുടെ എല്ലാം ശെപ്പാടുമായ ഞങ്ങളുടെ ലീഡറായ ഞങ്ങളെല്ലാം ദിവസവും നയിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി റവറൻഡ് ഫാദർ പോൾ ചെറിയാൻ അച്ഛനാണ്. അദ്ദേഹം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലെ വികാരിയാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ സ്വീകരിച്ചു കേട്ടിട്ടുള്ള ഓരോരുത്തരുമാണ്. ഡോക്ടർ ആലിപ്പോളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൗണ്ടി ലെജിസ്ലേറ്ററാണ്. അവർ എൻ്റെ വലിയ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടും പല സ്റ്റേജുകളിലും ഈക്വൽ പൊളിറ്റിക്സിലുള്ളവരാണ്. ഡിബേറ്റിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, കുഴപ്പമേ അവർ ഡെമോക്രാറ്റാണ്, ഞാനൊരു ഡൈഹാർഡ് റിപ്പബ്ലിക്കനാണ്. ആ ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും പ്രവർത്തിക്കുന്ന മേഖല ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ വളരെ സ്നേഹാദരവോടുള്ള ഈ സ്റ്റേജിലേക്ക് ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ടിലേക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഫോമിയുടെ നാഷണൽ സംഘടനയുടെ ഞങ്ങളുടെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഈസ് റൈറ്റ് ഹിയർ, മിസ്റ്റർ പി.ടി. തോമസ്. അദ്ദേഹവും ഇതുപോലെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരാണ്. ഒരു CPI-കാരനാണ്. ബിസിനസ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് സമൂഹത്തിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. വളരെ സ്നേഹാദരവോടുകൂടി ബഹുമാനത്തോടുകൂടി മിസ്റ്റർ പി.ടി. തോമസിനെ വ്യത്യസ്ത മലയാളികളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ട്രസ്റ്റ് ബോർഡ് ചെയർ ഇവിടെയുണ്ട്, മിസ്റ്റർ K.J. ഗ്രഗറി. ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും
ഗുണങ്ങളൊക്കെ തന്ന് ഞങ്ങളെ പരിതോഷപ്പെടുത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ബോർഡിന് വേണ്ടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പലരും ഇവിടെയുണ്ട്. ഞങ്ങളുടെ എൻ്റെ സ്നേഹിതരും നമ്മളുടെ ഇന്ത്യ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റുമായ മിസ്റ്റർ സുരേഷ് ക്രൈസ്റ്റ് അദ്ദേഹം ഇവിടെയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഞങ്ങളോടൊപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ തളർത്തുകയും വളർത്തുകയും ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്ന മറ്റാരെയുമല്ല, ഞങ്ങളുടെ എല്ലാ സ്നേഹിതരായ ഈ സമൂഹത്തിന്റെ, ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതുമായ മിസ്റ്റർ ജോർജ് ജോസഫാണ്. ഈ മലയാളിയുടെ എഡിറ്ററാണ് അദ്ദേഹം. ഈ ഞങ്ങളുടെ ഈ ഫാമിലി നൈറ്റിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ അതുപോലെ തന്നെ ഫൊക്കാലിയുടെ സെക്രട്ടറി, വെസ്റ്റേൺ മലയാളി അസോസിയേഷന്റെ ഫോർമർ പ്രസിഡന്റാണ്, ഞങ്ങളുടെ കമ്മിറ്റിയുടെ മെമ്പറാണ് മിസ്റ്റർ ശ്രീകുമാറാണ്. അദ്ദേഹത്തെയും ഈ കമ്മിറ്റിയുടെ പേരിലും അസോസിയേഷന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യണം. കാരണം അദ്ദേഹത്തിന് പ്രോട്ടോകോൾ ഉള്ളപ്പോൾ ഞാൻ അവരെല്ലാം സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഓരോരുത്തരും. Let me also shout out Dr. Priscilla. She is the founding member of the Asian American Republic കമ്മിറ്റിയുടെ ചെയറാണ്, ഫൗണ്ടിങ് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ഡോക്ടർ പ്രിസിലയുടെ ഹസ്ബൻഡ് മിസ്റ്റർ പെൻ പരമേശ്വരൻ. He was once upon secretary of Mr. Menon, our former UN ambassador, India's former UN ambassador. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ദീർഘകാലം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ സമൂഹം ഇവിടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എത്രയൊക്കെ നമ്മൾ ചാടിയാലും നമുക്ക് പണം ആവശ്യമാണ്. അതിന് അകമഴിഞ്ഞ് സഹായിക്കുന്ന, ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം നമ്മളുടെ മെയിൻ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് മിസ്റ്റർ നോവയാണ്. നോവ ഞങ്ങളുടെ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ, ഒരു എന്റർപ്രീനറാണ്. ഗ്ലോബൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ്. നിങ്ങളുടെയൊക്കെ വണ്ടികൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസ്ത സ്ഥാപനമാണ്. ആൾക്കാർ പറയുന്നത് തീർച്ചയായിട്ടും നോവയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു സ്പോൺസറാണ് മിസ്റ്റർ വർഗീസ് സുഗരൻ. അദ്ദേഹം ഫൊക്കാലിയുടെ കമ്മിറ്റി മെമ്പറാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ നിലനിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഉണ്ടെങ്കിൽ ഡെലിവറിറ്റിലെ ലുക്കിംഗ് അറ്റ് എവരിബഡി കൺഫ്യൂസ്. The house is full. വളരെ ഹാപ്പിയാണ്. നമ്മുടെ I am seeing another bright face there. Mr. ജോസ് കാടാപുരം, കൈരളിയുടെ ഡയറക്ടറാണ്. അദ്ദേഹം അവിടെയുണ്ട്. ഇതാണ് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. എൻ്റെ കൂടെ എപ്പോഴും പ്രവർത്തിക്കുന്ന എല്ലാ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇല്ലെങ്കിൽ ഒരു പരിപാടി നിങ്ങൾക്ക് അമേരിക്കയിൽ കാണാൻ പറ്റില്ല. ഏത് പരിപാടിയിലും ഓടിയെത്തും. അത് ഒറ്റയാളുകൾ. ഞാൻ അദ്ദേഹത്തിന് പല കാര്യത്തിൽ പലപ്പോഴും സല്യൂട്ട് ചെയ്യാറുണ്ട്. കാരണം അതെല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇന്ന് ഇവിടെ ന്യൂയോർക്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയുണ്ട്. അത് കഴിഞ്ഞ് ഫിലഡൽഫിയയിലുണ്ട്, അവിടെയുണ്ടാവും. കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ അംബാസഡർ, ഒഫീഷ്യൽ അംബാസഡർ, കേരളത്തിന്റെ അംബാസഡർ ആണെന്ന് വെച്ച് അവിടുത്തെ എല്ലാവരും പൊളിറ്റീഷ്യന്മാർ എല്ലാവരും പറയും ഒറ്റയാളുകളോ മിസ്റ്റർ പോൾ കറുകപ്പള്ളിയാണ്. അദ്ദേഹം ഫൊക്കാലിയുടെ ഇന്റർനാഷണൽ കോർഡിനേറ്ററാണ്. എൻ്റെ സ്നേഹിതനാണ്. ഒരുപാട് സന്തോഷത്തോടെ ഈ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെ ഓരോരുത്തരെയും പേര് പറഞ്ഞിരിക്കെ സ്വാഗതം ചെയ്യണമെന്നുണ്ട്. എൻ്റെ സമയക്കുറവുണ്ട്. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. യോഗേഴ്സിലെ നമ്മുടെ യോഗേഴ്സ് അസോസിയേഷന്റെ മിസ്റ്റർ മോൻസി ഫൗണ്ടിങ് മെമ്പർ ഓഫ് കമ്മ്യൂണിറ്റി അവിടെ നമ്മുടെ യോഗേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഇനിയും ഇഫ് ഐ ഫർഗെറ്റ് എനിബഡി പ്ലീസ് നോട്ട് ഇന്റൻഷണൽ. I will be coming back. I will acknowledge anyone whose name is missed. So please forgive me in the meantime. Enjoy the day. It's going to be a beautiful day. Remember, this is
appetizer is already started there. I think you already had appetizers. Now we'll have dinner. A beautiful dinner is there. Don't leave this place without having dinner. In the meantime, we are having a lot of programs. Enjoy it. Sit back and relax. Thank you so much once again.